ആദ്യ EMS സർക്കാരിന്റെ കാലത്ത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകളെ നിരീക്ഷിക്കാൻ CIAയ്ക്കും കേന്ദ്രത്തിനുമൊപ്പം ബ്രിട്ടീഷ് ഇന്റലിജൻസ് കൂടി പ്രവർത്തിച്ചുവെന്ന് ബ്രിട്ടീഷ് ചരിത്രകാരൻ പോൾ മഗ്ഗാർ ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതിയ ലേഖനത്തിലാണ് ഈ വെളിപ്പെടുത്തൽ. 1957-ൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിജയം നേടിയപ്പോൾ ബ്രിട്ടനിലെയും അമേരിക്കയിലെയും ഭരണകൂടങ്ങൾക്ക് ഞെട്ടലും നിരാശയും ഉണ്ടായി. സർക്കാരിനെ അട്ടിമറിക്കാൻ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായ ട്രേഡ് യൂണിയൻ നേതാക്കൾക്ക് രഹസ്യമായി ഫണ്ട് എത്തിച്ചുവെന്നും ലേഖനത്തിൽ പറയുന്നുണ്ട്. വിവരങ്ങളുമായി BS സനോജ് ചേരുന്നു. സനോജ്, നേരത്തെ മുതലുള്ളതാണ് ഈ CIAയുടെ നിരീക്ഷണം മാത്രമല്ല, ഈ പറയുന്ന വിമോചന സമരത്തിലൂടെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ താഴേക്കിറക്കാൻ പ്രയത്നിച്ചത് CIA ആണ് എന്നെപ്പോഴും കമ്മ്യൂണിസ്റ്റുകാർ ആവർത്തിക്കാറുണ്ട്. വിമോചന സമരവുമായി ബന്ധപ്പെട്ടും സർക്കാരിനെ അട്ടിമറിച്ചതിനെക്കുറിച്ചൊക്കെയാണോ ഈ ലേഖനം? സനീഷ്, അതായത് നേരത്തെ തന്നെ നമുക്കറിയാവുന്നതുപോലെ CIAയുടെ കാര്യത്തിൽ നേരത്തെ തന്നെ ആരോപണങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്. അവരുടെ ഇടപെടൽ കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് അല്ലെങ്കിൽ കോൺഗ്രസ് എങ്ങനെയാണ് വിമോചന സമരത്തിലൂടെ 57-ലെ ആദ്യത്തെ EMS സർക്കാരിനെ അട്ടിമറിച്ചത് എന്നുള്ളതും ലോകത്തിൽ ആദ്യമായി ബാലറ്റിലൂടെ അധികാരത്തിൽ കമ്മ്യൂണിസ്റ്റുകൾ വരുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകത കൂടിയുള്ള ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ അട്ടിമറി ശ്രമം നടന്നു എന്നുള്ളതൊക്കെ നമ്മൾ നേരത്തെയും കേട്ടിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ലേഖനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബ്രിട്ടീഷ് ഇൻ്റലിജൻസിൻ്റെ ഏജൻസി ഇതിനു വേണ്ടി പ്രത്യേകമായി പ്രവർത്തിച്ചു എന്നുള്ളത്, അത് UK-യിലെ ബ്രിട്ടീഷ് ക്യാബിനറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ആർക്കീവൽ രേഖകൾ അടക്കം ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ ലേഖനത്തിൽ സമർത്ഥിക്കുന്നത്. മാത്രമല്ല, സ്പൈയിങ് ഇൻ സൗത്ത് ഏഷ്യ എന്ന് പറയുന്ന നേരത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഇതിനെ സംബന്ധിച്ച രേഖകളുണ്ട്. അദ്ദേഹം പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കമ്മ്യൂണിസം ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് ബ്രിട്ടീഷ് UK നാഷണൽ ആർക്കൈവ്സിൽ ഇതുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷ് ക്യാബിനറ്റിൻ്റെ ഫയലുകളുണ്ട്. ഈ ഫയലുകൾ പ്രകാരം പ്രത്യേകമായി തന്നെ രഹസ്യാന്വേഷണം, അതിൻ്റെ ഇൻ്റലിജൻസ് ഈ കാര്യങ്ങൾ അറിയുകയും, അതായത് വെടിയുണ്ടകൾ വഴി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ അധികാരം പിടിക്കുന്നത് പോലെയല്ല ബാലറ്റിലൂടെ വരുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് സൂക്ഷിക്കണം എന്നുള്ള അമേരിക്കയുടെ അടക്കമുള്ള മുന്നറിയിപ്പുകൾ മുഖ്യ വിലക്കെടുത്തുകൊണ്ട് അവർ ഈ കാര്യത്തിൽ ഒരു നിർദ്ദേശം നൽകുകയും അന്നത്തെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറായിരുന്ന മാൽക്കം മക്ഡൊണാൾഡ് ഇത് ബ്രിട്ടീഷ് സർക്കാരിനെ അറിയിക്കുകയും അവർ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രഹസ്യ ഓപ്പറേഷൻ നടത്തിയെന്നുമാണ് പറയുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷ് സീക്രട്ട് ഏജൻസിയും UK സെക്യൂരിറ്റി സർവീസും ഇന്ത്യയെ സമീപിക്കുന്നു. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ട്രേഡ് യൂണിയനിസ്റ്റുകളെയും കോൺഗ്രസിൻ്റെ മഹാരാഷ്ട്രയിലെ അടക്കമുള്ള നേതാക്കളെയും ഇക്കാര്യങ്ങളിൽ പിന്തുണ തേടുകയും അവർക്ക് പ്രത്യേക പരിശീലനം നൽകിയെന്നടക്കം ഇതിനകത്ത് പറയുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി 58-ൽ കോമൺവെൽത്ത് സെക്രട്ടറി ആയിട്ടുള്ള ലോർഡ് ഹോം രഹസ്യ ദൗത്യത്തിനായി ഡൽഹിയിൽ വരികയും അന്നത്തെ നെഹ്റുവിനെ കാണുകയും അന്നത്തെ മന്ത്രിമാരായിട്ടുള്ള ഗോവിന്ദ് വല്ലഭ് പന്തിനെയും മൊറാർജി ദേശായിയെയും സന്ദർശിക്കുകയും ഈ കാര്യങ്ങൾ ധരിപ്പിക്കുകയും അവരുടെ പിന്തുണ ലഭിച്ചു എന്നും പറയുന്നു. അതിൻ്റെ ഭാഗമായി പ്രത്യേകിച്ച് ഗോവിന്ദ് വല്ലഭ് പന്തിൻ്റെ പിന്തുണ വലിയ രീതിയിൽ ലഭിച്ചതിനെക്കുറിച്ച് അന്നത്തെ MI5-ൻ്റെ ഡയറക്ടർ ജനറലായിട്ടുള്ള റോജർ ഹോളിസ് വെളിപ്പെടുത്തിയത് രേഖയിലുണ്ട് എന്നാണ് പറയുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്നു. ഇത് പറയാനുള്ള ആ പോൾ മഗ്ഗാറിൻ്റെ ലേഖനത്തിൽ പറയുന്ന ഏറ്റവും ആദ്യം തുടങ്ങുന്നത് തന്നെ ഇവിടെ ബ്രിട്ടീഷ് ഫൈറ്റർ വിമാനം കേരളത്തിൽ വന്നപ്പോൾ അത് വലിയ ചർച്ചയായ സമയത്ത് അതിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ബ്രിട്ടൻ്റെ രഹസ്യ സാന്നിധ്യം കേരളത്തിൽ ആദ്യമായല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ലേഖനം തുടങ്ങുന്നത്. ഇതിൽ അമേരിക്കയുടെ ആശങ്കയും അവർ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ സംബന്ധിച്ചും പറയുന്നുണ്ട്. 58-ലും 59-ലും ഇതുമായി ബന്ധപ്പെട്ട് CIA നടത്തിയ ഓപ്പറേഷനെ അവർ ന്യായീകരിച്ചതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ആ ഓപ്പറേഷനിൽ അവർ പറഞ്ഞു സോവിയറ്റ് റഷ്യയുടെ പിന്തുണ കേരളത്തിനുണ്ട്, അതുകൊണ്ട് തന്നെ ആ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള നീക്കം ഞങ്ങൾ നടത്തിയതിൽ തെറ്റില്ല എന്ന് അമേരിക്ക പറഞ്ഞു എന്നും പറയുന്നു. ഏതായാലും വളരെ പ്രത്യേകമായ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലായി തന്നെ അതിനെ ബ്രിട്ടീഷ് ആർക്കൈവൽ രേഖകൾ വെച്ച് തന്നെ സമർത്ഥിക്കുന്ന രീതിയിൽ ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് പോൾ മഗ്ഗാർ. അദ്ദേഹം ഇൻ്റലിജൻസ് ഇത്തരം വിഷയങ്ങളിൽ പുസ്തകങ്ങൾ എഴുതുകയും പഠനം നടത്തുകയും ചെയ്തിട്ടുള്ള ഒരു ചരിത്രകാരൻ കൂടിയാണ്. സനീഷ്, ശരി, നന്ദി സനോജ്. ആ വിവരങ്ങൾക്ക് വളരെ സുപ്രധാനമായിട്ടുള്ളൊരു ലേഖനമാണ് വന്നിരിക്കുന്നത്.